ഇത് വാലിലാപ്പുഴ അമലോത്ഭവ ദേവാലയം. വിശ്വാസ തീഷ്ണഭാവങ്ങളുടെ പൂർത്തീകരണം. 2005 ജൂൺ മാസത്തിൽ ഈ ദേവാലയം പൂർത്തിയാവുമ്പോൾ ഒരു ജനതയുടെ വിശ്വാസ ഗോപുരത്തിന്റെ സായുജ്യ ദിനമായിരുന്നു. കാലഗതിവിഗതികളുടെ സഞ്ചാരപാതകളിൽ ഈ ദേവാലയവും ഇതിൻ്റെ വിശ്വാസവും ഈ നാടിൻ്റെ ഐശ്വര്യമായി. ഇത് വാലിലാപ്പുഴ, ഗ്രാമത്തിന്റെ പേരിന് ആധാരമായ പുഴ. അങ്ങ് മലമുകളിൽ ഉരുൾപൊട്ടി കുത്തൊഴുകിയ ആ മലവെള്ളപ്പാച്ചിലിൽ രൂപം കൊണ്ട പുഴ പിന്നീട് ഈ നാടിൻ്റെ കാർഷികാഭിവൃദ്ധിക്കും അതിലൂടെ നാടിൻ്റെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിനും കാരണഭൂതയായ പുഴ ഇത് ഇന്ന് നിർജീവാവസ്ഥയിലാണ്. കൈകാലുകൾ വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ ഗദ്ഗതവുമായി ഒരു ദുരന്ത പ്രതീകമായി ഇത് ഇന്ന് നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിപ്പാർത്തവർ അന്ന് കേട്ട് പുളകം കൊണ്ട പ്രകൃതിയുടെ സംഗീതം ഇന്നില്ല. പക്ഷേ ആത്മീയതയുടെ അനന്ത സാധ്യതയ്ക്കായി സംഗീതം പൊഴിക്കുന്ന ഒരു ജനതയും അവരെ നയിക്കാൻ പ്രാപ്തനായ ഒരു വൈദികനും ഇന്നിവിടെയുണ്ട്. കൂടാതെ പ്രത്യാശയുടെ ഒരാലയവും ഇന്നിവർക്കുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൗദ്രത പൂണ്ട് മുടിയഴിച്ചിട്ടാടി ഉന്മാദിയായ ഭൂമി വിറളി പോകുമ്പോൾ നിസ്സഹായതയുടെ തുരുത്തിൽ പകപ്പോടെ നോക്കി നിന്ന ആ ഒരു പഴയ കാലം തങ്ങളുടെ അധ്വാനത്തെയും ജീവനെയും പകുത്തെടുത്തുകൊണ്ട് കുലംകുത്തി ഒഴുകിപ്പോകുമ്പോൾ അലറിക്കരയുവാനേ ഈ കുടിയേറ്റ ജനതയ്ക്ക് കഴിഞ്ഞുള്ളൂ. എങ്കിലും ഇവർ അഭയം പ്രാപിച്ചു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും പരിതപിക്കാതെ ജോബിനെ പോലെ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചു. കാലം കടന്നുപോയി. വ്യതിയാനങ്ങളുടെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കാലത്തിൻ്റെ വശത്തിൽ നിന്നും അടർന്നു പോയവരുടെ ഓർമ്മകളിൽ അതിജീവനത്തിൻ്റെ പുതിയ മുഖം കണ്ട് കർത്താവിൻ്റെ കൂടാരത്തിന് കീഴെ അവർ കരുത്താർജിച്ചു. ഇന്നിവർ സമൃദ്ധിയിലാണ്. ആത്മീയമായും ഭൗതികമായും ഉയർന്നതിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ ആഘോഷത്തിമിർപ്പിലാണ്. എൻ്റെ പേര് സിസ്റ്റർ ജെസ്സി. ഞാൻ മിഷലിങ്ങിൻ്റെ വൈസ് ഡയറക്ടറായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ വാലിലാപ്പുഴ ഇടവകയിലെ മിഷലിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ദിയ ഇരുമ്പുഴിക്കൽ വൈസ് പ്രസിഡൻ്റാണ്. ദിയ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്. മേഖലകളിലും രൂപതകളിലും പല കോമ്പറ്റീഷനൊക്കെ പോയി ജർമ്മനിക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ച ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ അലീന ടോജൻ പേഴ്ത്തനാൽ മിഷലിങ്ങിൻ്റെ വൈസ് സെക്രട്ടറിയാണ്. അലീന നല്ലൊരു ഉപന്യാസകർത്തും അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്ത് പ്രൈസുകളൊക്കെ വാരിക്കൂട്ടുന്ന ഒരാളാണ്. മേഖലാതലത്തിലും രൂപതാതലത്തിലും അലീന വളരെ സ്മാർട്ടായിട്ട് അഭിമാനകരമായ നേട്ടങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി കൈവരിക്കാറുണ്ട്. ഈ ഇടവകയിൽ ഏകദേശം 89 കുട്ടികളാണ് മിഷലിങ്ങിൽ അംഗത്വം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നത്. മിഷൻ പ്രവർത്തനങ്ങളിൽ മിഷൻ സൺഡേ കളക്ഷൻസ് രൂപീകരിച്ച് മിഷലിങ്ങിൻ്റെ ഫണ്ട് ആതുരസേവനത്തിനും അതുപോലെ തന്നെ പാർപ്പിട നിർമ്മാണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഒരു മിഷൻ സഹായനിധി ഈ ഇടവകയിൽ ഞങ്ങൾ കുട്ടികളുടെ കളക്ഷൻസ് രൂപീകരിച്ച് സമാഹരിച്ചിട്ടുണ്ട്. ആ സമാഹരണം കൊടുക്കാറുള്ളത് പ്രത്യേകമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭവനമുണ്ട് മിഷൻ മേഖലയിൽ. അപ്പോൾ ഈ വർഷം ഈ ഇടവകയ്ക്ക് കിട്ടിയിരിക്കുന്ന മിഷൻ ഭവനം അൽഫോൻസ ചക്കാലയ്ക്കൽ എന്ന കുടുംബമാണ്
അതിലേക്കുള്ള തുക സമാഹരിച്ച്, അതായത് കുട്ടികളുടെ ചെറിയ ചെറിയ സംഭാവനകൾ സമാഹരിച്ച് ഒരു തുകയാക്കി ഞങ്ങൾ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരെ താകർകുത്തി തത്താ തിമൃതത്തെ വിരവിലി വരവു കണ്ടാനന്ദിച്ചു വിദഗ്ധനെന്നുറച്ചുള്ളിലാശ കൊണ്ട് വേസ്താവാരുത്തിതാവനപ്പോൾ ഇന്ദേ തത്ത ഔനീജ തിരുമനസാദരാലെ അറിഞ്ഞുടൻ ധടുതിയിലാവനോട് അരുൾ ചെയ്തീതാവൻ ആശാരി എന്ന് ഇന്ദേ തത്ത ഔവനമരുൾ വഴി കേട്ടിട്ടാവാൻ അതു തെളിവരചനിലായിക്കൊണ്ട് അറിയിച്ചു യാത്ര കൽപ്പന വാചാൽ ഇന്ദേ തത്ത വചനമിതരുളിയ തോമയോട് തരുവതിനീഹ വേണ്ടും വണ്ണം വഴി പോലെ തിരിച്ചരുൾ ചെയ്യുമ്പോൾ ഇന്ദേ തത്ത വചനമിതരുളിയതോർത്തു കേട്ടു അകതരിൽ ഇവരുടെ കോലം കണ്ടു വാക്കുവാശത്താലുള്ളു നടുങ്ങി ഇന്ദേ തത്ത വഴങ്ങിയതവനിയിൽ വീണു തോമാ വരുവതിൻ വിനകളിൽ കേണു നിന്നു വലുതായിട്ടുള്ള തകർകു തത്തോ തകതോം തിങ്ങിനകത്തായിത തേ തങ്ങ തിങ്ങ തതകിണ തത്തോ തകതോം തിങ്ങിനകത്തായിത തേ തങ്ങ തിങ്ങ തതകിണ തോ എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തെയ്ത് എന്നതും പാഴായി തേകുന്നു ദൈവമേ തെയ്ത് നാടമില്ലാതുള്ള നായനുണ്ടാതിക്കിൽ തെയ്ത് നാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലില്ലേ തെയ്ത് നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെയ്ത് നന്നായി കൈവിട്ടോ നാടിട്ടേ ചാഴത്തിൽ തെയ്ത് മണ്ണിലെ മണ്ണുപോൽ മാറ്റമില്ലെങ്ങുമേ തെയ്ത് മറ്റെല്ലാം നാടോടെ മാർഗങ്ങൾ എന്നില്ല തെയ്ത് മാറാനേ പോലെന്നെ മായോനെ കൽപ്പിച്ചു തെയ്ത് മാറ്റവൻ കൂറ്റനായി മാലൊഴി താകർകുതി തത്താ തിമൃതത്തെ എന്നിവയെല്ലാം കണ്ണുനീരാലെ തോമായുണർത്തി
പൂജിച്ച നേരം തെയ്തേ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെർത്തരുൾ ചെയ്യുവാൻ തുടങ്ങി തെയ്തേ നീയൊരുവൻ താനെന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട തെയ്തേ നിന്നോട് കൂടെ ഞാനുണ്ട് കൂട്ട് നീ പോകും നാടതിലെല്ലാം തെയ്തേ നിന്നുടെ വാക്കും നിലവുകളും നോക്കും ഭാഷയറിഞ്ഞുതകീടും തെയ്തേ നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറക്കാകുലം വേണ്ട തെയ്തേ എന്നതിനാൽ ഇപ്പോൾ ഞാനിന്നു നിന്നെയും വിറ്റുവില വാങ്ങിയേ നാൾ തെയ്തേ ഏഴുമൊഴികളേഴും തികപ്പനായി ചീട്ടുകൊടുക്കുന്നു വേറെ തെയ്തേ ത്രിലോകനാഥൻ കാശെടുത്തൻപാൽ തോമടെ പക്കൽ കൊടുത്തു തെയ്തേ തൃപ്തി വരുമ്പോൾ പലരുൾ ചെയ്തു യാത്ര വിധിച്ചഴകാലേ തെയ്തേ ഇടലൊഴിഞ്ഞുടൻ കൊണ്ടുവരുവോൻ എന്നുര ചെയ്തു കറുകു തെയ്യ തിന്തക തിന്തത്തേ ചിന്ത തെളിഞ്ഞിതു ചോഴനുമാകാനും തന്നുടെ മന്ദിരിമാരും തെയ്തേ ചിക്കനെ വന്ദിച്ചു യോഗമൊരുമ്പെട്ടു ദൈവം ശരണമിതേന്ന് തെയ്തേ ചൊല്ലിയൊരു പോൽ നടന്നിതു തോമയരുൾ വഴി പോലെ തെയ്തേ തിന്തക തിന്തത്തേ തെയ് തെയ്യ തെയ്യത്തേ കർഗുതാക തെയ്യത്തേ കർഗു തരികിട തിമൃതത്തെ പോരും വഴിക്കുള്ള വാവു കൊടുത്തതീനെതും തിരിഞ്ഞില്ല കാവ്യാർത്തേതേ എന്ന നിമിത്തമയേകനടിച്ചിതു മാർത്തോമൻ തന്റെ കവിളെ തെയ്തേ തിതി 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 തെയ്തേ ഇപ്പടി കണ്ടോരു പോലും അവനുടെ നാടതിലുള്ള ജനവും തെയ്തേ ഒത്തു നിരൂപിച്ചു വിശ്വസിച്ചൻ പോലെ മാമോദിസായും മുഴുകി തെയ്തേ ഒത്തു തിരിഞ്ഞത കാവ്യന്റെ കയ്യും മുറി കൂട്ടിത്തോ മാതെയ്തേ ഉരാളരോടറിയിച്ചിത മാർഗവും കേട്ടവരായ കർഗു തെയ്യ തിന്തക തിന്തത്തേ ആനന്ദം വാരുമാറു മാലാഘമാർ തിതി തരാകാശേ നീ നിങ്ങു ലോകം ചേർന്നു തെയ്തി തെയ്തി തെയ്യത്തെ ആചാര ജഡാരമാടക്കും പോലെ തിതി തരാകയാൽ കൂടി ബോധിയുന്ന പോൽ തെയ്തി തെയ്തി തെയ്യത്തെ അതുപോഴു തണ്ണന്റെ മുൻപിൽ ചെന്നു തിതി തരാതരാൽ നീനവൻ കൈകൾ കൂപ്പി തെയ്തി തെയ്തി തെയ്യത്തെ കീർത്തിച്ചു വാഴി പോലാറിച്ചറേ തിതി തര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തെയ്തി തെയ്തി തെയ്യത്തെ പെട്ടോരു മൂനിവാരൻ തന്നെ കണ്ട് തിതി തര കാക്കൽ വീണാഴുതു പിഴയും ചൊല്ലി തിതി തര കുമ്പിട്ടു നീനവൻ കേട്ടും നീക്കി തെയ്തി തെയ്തി തെയ്യത്തെ മനഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെ എത്തിയ നഞ്ഞുടനെ ഇത് തിത്തി മർദ്ദല നെറികെടും അതിനൊരു തേരതിൽ മംഗളമായവർ പുകിച്ച് ഇത് തിത്തി കൈക്കൊണ്ടവനൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ തിത്തി കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും വന നരമുട് പലവക കിന്നരമഴകാൽ നന്തുണിയുങ്കുൾ പലതരമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ ഉടമ്പിൽ നിന്നുയിരെടുത്താകാശേ ഉയരാവനിരിപ്പിടം പുകീച്ച് ഇരുത്തി വെച്ചിതനമിതു മക്കളും അനുദിനം അരുളു വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ വൻവിനയൊഴികെ പെരിയവൻ അഴുവൽ നിറമോട് തേടി പുലരാമേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ തിത്തതകത തികിതത്താം തികതക തകത തികിതത്താം കർഗു തിത്തത്താം കർഗു തിന്തത്താം തിത്തത്തത്താ തിത്താതി മൃതത്തേ.
മിഷൻ നീഡ് സംഘടനയിൽ ജിൽസച്ചൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു അത് വിദേശത്ത് വെച്ചായിരുന്നു നടക്കുന്നത്. ജർമ്മനി എന്ന സ്ഥലത്താണ് അത് നടക്കുന്നത്. 50 പേർക്കായിരുന്നു സെലക്ഷൻ. PMOC വെച്ചിട്ടായിരുന്നു ആ സെലക്ഷൻ. അതിൻ്റെ അകത്തുനിന്ന് 15 പേരെ സെലക്ട് ചെയ്തു. പിന്നെ ഫൈനൽ സെലക്ഷന് 8 പേരെയും സെലക്ട് ചെയ്തു. ഈ പ്രോഗ്രാം ഒരു ഗ്രൂപ്പ് ഐറ്റമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ജർമ്മനിയിലെ 10 ഇടവകയിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നത്. താമരശ്ശേരി രൂപതയിൽ ആരംഭിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ ഒരു സംഘടനയുടെ ഒരു ഭാഗമായി ഈ ഇടവകയിലും പാലിയേറ്റീവ് സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. 2 വർഷത്തോളമായി ഏകദേശം ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഞങ്ങളെല്ലാ മാസവും മീറ്റിംഗ് കൂടാറുണ്ട്. അതിൻ്റെ സാമ്പത്തികപരമായ ചർച്ചകളും അല്ലാതെ തന്നെ രോഗികളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രത്യേകമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാറുണ്ട്. എല്ലാ ആഴ്ചകളിലും വീടുകളിലൊക്കെ സന്ദർശിച്ച് പ്രായമായവരെയും രോഗികളെയും ഒക്കെ സന്ദർശിച്ച് അവരുടെ കൂടെ സമയം ചെലവഴിക്കാറുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ മാസവും ഞങ്ങൾ അനാഥാലയങ്ങളൊക്കെ സന്ദർശിച്ച് അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നല്ല സജീവമായി തന്നെ പ്രവർത്തിക്കണമെന്ന് വളരെയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
വരും തഴുകി വരും